Hello students, today I am going to discuss some important previous questions to you. Okay, please listen. First question, some basic concepts of chemistry. Okay, please listen. First subdivision, NO and NO2 are two oxides of nitrogen. First question is, which law of chemical combination is illustrated by these compounds? Okay, law of chemical combination നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എക്സെട്ര. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ഇതിന്റെ ആൻസർ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ബൈ ദീസ് കോമ്പൗണ്ട്സ്? ആൻസർ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നെക്സ്റ്റ്, ആ ലോവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ലോസിന്റെയും സ്റ്റേറ്റ്മെന്റ്സ് നിർബന്ധമായിട്ടും പഠിക്കണം, എക്സാമ്പിൾസും നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്? Law of multiple proportion states that when two elements combines together to form more than one compound, then the mass of one of the elements combines with a fixed mass of other element bear a simple ratio. ഇതാണ് ലോ. ഓക്കെ, ഈ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ നൈട്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. നൈട്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് രണ്ട് ഓക്സൈഡ്സ് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു ഓക്സൈഡ് ഏതാ? നൈട്രിക് ഓക്സൈഡ് ആണ്. രണ്ടാമത്തത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. ഇവിടെ നമുക്ക് പറയാം നൈട്രജന്റെ മാസ് ഫിക്സ്ഡ് ആണ്, അല്ലേ? അപ്പോൾ ഫിക്സ്ഡ് മാസ് ഓഫ് നൈട്രജൻ നമുക്കറിയാം. ആറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14. Then here 14 gram of nitrogen combines with different masses of oxygen. Here one oxygen atom. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ 14 gram of nitrogen combines with 16 gram of oxygen. Here two oxygen atom, then 2 into 30, 2 into 16, 32 gram of oxygen. Then a simple ratio exists between these two oxygen, that is 16 is to 32 or 1 is to 2. ഇതാണ് ആൻസർ. ഓക്കെ ഓക്കെ ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൊളാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ്ഡ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാർട്സ് പെർ മില്യൺ, മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് മെത്തേഡ്സ് ആണ് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. മൂന്നിൻ്റെയും ഡെഫിനിഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൊളാലിറ്റി ആണ്. എന്താണ് മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ? മൊളാലിറ്റി ഈസ് ദ സിമ്പിൾ സ്മോൾ എം ആണ്. മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ 1 kilogram of solvent. ഇവിടെ ബി റെപ്രസെന്റ് ചെയ്യുന്നത് സൊല്യൂട്ടിനെയാണ്, എ റെപ്രസെന്റ് ചെയ്യുന്നത് സോൾവെന്റിനെയാണ്. മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാത്തോഡ് റേസ് ആർ മൂവിംഗ് ഫ്രം കാത്തോഡ് ടു ആനോഡ്. ഗിവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കാത്തോഡ് റേസ്. ആറ്റോമിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കാത്തോഡ് റേസ് ആർ ഇൻവിസിബിൾ റേസ് മൂവിംഗ് ഫ്രം കാത്തോഡ് ടു ആനോഡ് when a gas under low pressure is subjected to high voltage. Cathode rays are electrons. Cathode rays are flow of electrons.
The two important properties of cathode rays. So that's the question. Three important properties. First property, cathode rays travel in straight lines. Number two, cathode rays consist of negatively charged particles. Number three, cathode rays get deflected when electric and magnetic fields are applied. Number four, cathode rays consist of material particles. Cathode rays can ionize gases. Cathode rays produce fluorescence. Look at cathode rays in the important properties. Next question, draw the shape of S and P orbitals. S orbital in P orbital shape on what is the orbital? Orbital in the definition. Orbital is the three-dimensional region of space around the nucleus where the probability of finding the electron is maximum. Nucleus ചുറ്റും ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലുള്ള ചില 3-dimensional റീജിയൻസിനെയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ത്രിമാന മേഖല ഓർബിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ എസിന്റെയും പിന്റെയും ഷേപ്പാണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് നമുക്കറിയാം. സ്ഫെറിക്കൽ ഷേപ്പാണ്. ഞാൻ തൽക്കാലം ഇവിടെ 1s ഓർബിറ്റലിന്റെ ഷേപ്പ് വരക്കാം. ഓക്കെ, യെസ്, ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ക്ലൗഡ് സ്ഫെറിക്കൽ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യെസ്. അടുത്തത് പി ഓർബിറ്റലിന്റെ ഷേപ്പാണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പി ഓർബിറ്റലിന്റെ ഷേപ്പ് നമുക്കറിയാം ഡംബൽ ഷേപ്പാണ്. പി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. ഡംബൽ ഷേപ്പിലാണ് പി ഓർബിറ്റലിൽ ഇലക്ട്രോൺ ക്ലൗഡ് കാണപ്പെടുന്നത്. ഓക്കെ, അത് പി എക്സ്, പി വൈ, പി സെറ്റ് ഉണ്ട്. ഇവിടെ ഞാൻ പി എക്സ് ആണ് വരച്ചിരിക്കുന്നത്. പി വൈ ആണെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ് oriented along the y-axis, and p set the probability of finding electron is maximum along the z-axis. അപ്പോൾ along the z-axis ആണ് നിങ്ങൾ ഡംബൽ വരയ്ക്കേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് അറ്റോമിക് സ്ട്രക്ചറിൽ തന്നെ റുദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റുദർഫോർഡിനെ ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച എക്സ്പെരിമെന്റ് ആണ് റുദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അത് പല രീതിയിൽ ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്താണ് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കൺക്ലൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി ചേർത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് റുദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആദ്യം നമുക്ക് എക്സ്പെരിമെന്റിന്റെ പാർട്ട് നോക്കാം. പ്ലീസ് ലിസൺ. റുദർഫോർഡ് bombarded a thin gold foil with fast moving alpha particles. ഒരു നേർത്ത ഒരു ഗോൾഡ് ഫോയിലിനെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആൽഫ പാർട്ടിക്കിളുമായിട്ട് അദ്ദേഹം ബൊംബാർഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അതിനുശേഷം അദ്ദേഹം കണ്ട കാര്യം എന്താണ്? ആൽഫ പാർട്ടിക്കിൾസിന് സ്കാറ്ററിംഗ് സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഗോൾഡ് ഫോയിൽ വെച്ചിരിക്കുന്നത്, ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു സർക്കുലാർ ഫ്ലോറസെന്റ് സ്ക്രീൻ ഉണ്ട്. അതും നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് സോഴ്സ് ഓഫ് ആൽഫ റേ. ഓക്കെ, ഗോൾഡ് ഫോയിൽ. അപ്പോൾ അദ്ദേഹം കണ്ട കാര്യം ഇതാണ്. എനിവേ ആൽഫ പാർട്ടിക്കിൾസ് ഗെറ്റ് സ്കാറ്റേർഡ് ആഫ്റ്റർ ഹിറ്റിംഗ് വിത്ത് ദിസ് ഗോൾഡ് ഫോയിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻ ഇതായിരുന്നു. പ്ലീസ് ലിസൺ. Observation number 1. Observation number 1. ഞാൻ രണ്ടും ഒരേ സമയം പറയാം, അതാണ് നല്ലത്. ഒബ്സർവേഷനും കൺക്ലൂഷനും ഒരേ സമയം പറയാം. ശ്രദ്ധിക്കുക. അദ്ദേഹം കണ്ടത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ്, about 99% of the alpha particles passes through the gold foil.
നമുക്കറിയാം gold foil is made up of gold atoms, so pass through the gold atoms, pass through the gold foil without any deviation. ഇതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിച്ചത് കൺക്ലൂഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഓഫ് an atom is empty. ഇതാണ് കൺക്ലൂഷൻ. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഓഫ് an atom is empty. Number 2, a few of alpha particles get deflected by small angles. Okay, very small fraction of alpha particles get deflected by very small angle. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിളിന് ഡിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്ന കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെന്ററുണ്ട്. ആ സെന്ററിനെയാണ് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഈ ന്യൂക്ലിയസിന് അടുത്തുകൂടി കടന്നു പോകുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനാണ് അവിടെ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. അത് പറയാം ന്യൂക്ലിയസിന്റെ ചാർജ് അപ്പോൾ എന്താ പോസിറ്റീവ് ചാർജ് ആണെന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസസ് ത്രൂ ദ gold foil, gold atoms without any deviation. Without any deviation. Conclusion: most of the space of an atom is empty. A small fraction of alpha particles get deflected by small angle. ഇതിന്റെ കൺക്ലൂഷൻ എന്താ? ഞാൻ പറഞ്ഞ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ചാർജിൽ ആൽഫ പാർട്ടിക്കിളിന് ഡിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ വേണം, ഒരു സ്ഥലം വേണം. അദ്ദേഹം അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പോൾ ആറ്റത്തിൽ ന്യൂക്ലിയസിന്റെ എക്സിസ്റ്റൻസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പോൾ കൺക്ലൂഷൻ എന്താ? നമ്പർ 2, atom consists of a heavy positively charged center called nucleus. Okay, third observation, a very few of alpha particles come straight back by an angle of 180 degree. Okay, for conclusion ഇതായിരുന്നു, the size of the nucleus is very small as compared to size of an atom. Okay, next question, atomic structural question തന്നെയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് റുദർഫോർഡിൻ്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് റുദർഫോർഡ് ഒരു ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് പല പ്രാവശ്യം എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് ആ ക്വസ്റ്റ്യനും പല പ്രാവശ്യം വന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് നോക്കാം. പോസ്റ്റ്ലേറ്റ്സ് നമ്പർ 1 പറയുന്നത് ആറ്റം കൺസിസ്റ്റ് ഓഫ് എ ഹെവി പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ ആദ്യത്തെ ന്യൂക്ലിയസിൻ്റെ എക്സിസ്റ്റൻസ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് റുദർഫോർഡ് ആണെന്ന് നേരത്തെ പറഞ്ഞു. രണ്ടാമത്തത് അതും നമുക്കറിയാം, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു സൈസ് ഓഫ് ആൻ ആറ്റം. നമ്പർ 3, most of the space of an atom is empty. Number 4, the positive charge of the nucleus is due to the presence of protons, and the magnitude of nuclear charge of different atoms of different elements are different. Then electrons are revolving around the nucleus at a very high speed, just like planets revolving around the sun. പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ്. പിന്നെ അതിൻ്റെ ഡീമെറിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഒരു ഡീമെറിറ്റ് ആണ്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 2, ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ only continuous spectra. It could not explain atomic spectra or discontinuous spectra. Number 3, it could not explain
the valency and chemical combination of elements. These are the important demerits of Rutherford's atom model. Okay. Next question. Give the main postulates of Bohr's atom model. Mention its merits and demerits. ഇതും പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യം നമുക്ക് പോസ്റ്റുലേറ്റ്സ് നോക്കാം. നമ്പർ 1, the electrons are revolving around the nucleus in a closed and well-defined circular path called orbits. These orbits are associated with definite amount of energies, hence orbits are also called energy levels. Okay. Number 2, the energy of electron in a particular orbit always remains constant, hence orbits are also called stationary state. അപ്പോൾ ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റിനെ നമുക്ക് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ നമ്പർ 3, ഞാൻ പറഞ്ഞത് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഒന്നുകിൽ എനർജിയെ എമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എനർജിയെ അബ്സോർബ് ചെയ്യുന്നു. അതായത് ഒരു ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ എനർജിയെ അബ്സോർബ് ചെയ്യുന്നുവെന്നും ഹയർ ലെവലിൽ നിന്നും വീണ്ടും ഏതെങ്കിലും ഒരു ലോവർ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ സം എനർജിയെ എമിറ്റ് ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ the amount of energy emitted or absorbed during each jump is equal to E2 minus E1 equal to h into nu. H is the Planck's constant and nu is the frequency of radiation. And the next main postulate, only those orbits are permitted in which the angular momentum of an electron is an whole number multiple of h by 2pi. That means angular momentum, ഒരു ഓർബിറ്റിൽ കൂടി കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം മീൻസ് മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് എന്താണ് h/2π ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആകണം. അതായത് ഇവിടെ n ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര. ദാറ്റ് മീൻസ് ഒരു ഇലക്ട്രോണിന് ഫസ്റ്റ് ഷെൽ KLM നമുക്കറിയാമല്ലോ. ഫസ്റ്റ് ഷെല്ലായ n ഈക്വൽ ടു 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്. ഫസ്റ്റ് ഷെല്ലായ K ഷെല്ലിൽ കൂടി കറങ്ങാൻ പെർമിഷൻ കിട്ടണമെങ്കിൽ, അനുവാദം കിട്ടണമെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം അവിടെ n ഈക്വൽ ടു 1 ആണ്, K ഷെല്ല് h/2π ആകണം. അങ്ങനെ പോകും. ഓക്കെ. Then mention its merits and demerits. The important merits, number 1, it could explain, Bohr's atom model could explain stability of atom. It could explain atomic spectrum of hydrogen. And important demerits are, demerits of Bohr's atom model are, number 1, it could not explain the spectra of atom other than hydrogen ഒഴിച്ചുള്ള ആറ്റങ്ങളുടെ ആറ്റോമിക് സ്പെക്ട്രയെ കുറിച്ച് ഒന്നും തന്നെ പറയാൻ പറ്റിയില്ല. അതുപോലെ നമ്പർ 2, it could not explain the effect of magnetic field and electric field on the atomic spectra. The effect of magnetic field on atomic spectra is called Zeeman effect. The effect of electric field on atomic spectra is called Stark effect. That means it could not explain Zeeman effect and Stark effect. These are the important demerits of Bohr's atom model. Next question. The threshold frequency, that is nu0, for a metal is 6.2 into
10 raised to 3 second inverse. It is the threshold frequency for a metal. It is the minimum frequency required to eject electrons from the metallic surface. Beryllium, cesium, etc. And you have to calculate kinetic energy of the ejected photoelectron. Metallic surface നിന്നും ഇജക്റ്റ് ചെയ്യുന്ന പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് മെറ്റാലിക് സർഫസിൻ്റെ മുകളിൽ പതിച്ച റേഡിയേഷൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ ഈസ് 8.7 into 10 raised to 14 second inverse. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം, പഠിച്ചതാണ്. Kinetic energy is equal to half mv squared. Okay, this value is equal to h into nu minus mu 0. The value of Planck's constant is given 6.626 into 10 raised to minus 34 joule seconds. And what a metallic surface in the മുകളിൽ പതിച്ച റേഡിയേഷൻ്റെ ഫ്രീക്വൻസി നിങ്ങൾക്കറിയാം, 8.7 into 10 raised to 40. Threshold frequency of metal is 6.2 into 10 raised to 3. ഓക്കെ, ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് ആൻസർ കണ്ടെത്തണം. പ്ലീസ് try to solve the problem again. Next problem. The Balmer series of lights in the hydrogen spectrum appear in the visible region of the electromagnetic spectrum. Calculate wave number of the second line in the Balmer series. നോക്കുക, നമുക്കറിയാം Balmer series ഫസ്റ്റ് ലൈൻ ഫോം ചെയ്യുന്നത് എക്സൈറ്റഡ് ഇലക്ട്രോണ് രണ്ടാമത്തെ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. മൂന്നാമത്തേൽ നിന്നും രണ്ടാമത്തേലേക്ക് തിരിച്ചു വരുമ്പോഴാണ്, അല്ലേ? ഫസ്റ്റ് ലൈൻ, ബാൾമർ സീരീസിലെ ഫസ്റ്റ് ലൈൻ. ഇപ്പോൾ ബാൾമർ സീരീസിലെ സെക്കൻഡ് ലൈൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? എക്സൈറ്റഡ് ആയ ഇലക്ട്രോണുകൾ നാലാമത്തെ ലെവലിൽ നിന്നും രണ്ടാമത്തെ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഫോർ സെക്കൻഡ് ലൈൻ ഓഫ് ബാൾമർ സീരീസ്, ഓക്കെ, N1 lower level is 2, N2 higher level is 4. Okay, then for aim is to calculate wave number nu bar. According to Rydberg's equation, we know 1 by lambda, that is wave number, is equal to RH into 1 by N1 squared minus 1 by N2 squared. The value of RH, Rydberg's constant, is given. That is 1096.77 centimeter inverse into 1 by N1 is 2 squared minus 1 by 4 squared. Okay, please try to solve the problem and try to find out the final answer. Okay, next problem. Calculate the uncertainty in velocity of a cricket ball of a mass 130 gram if the uncertainty in its position is of the order 1.2 angstrom.
ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇവിടെ നിങ്ങൾ കാണേണ്ടത് എന്താ? വെലോസിറ്റിയിലുള്ള അൺസർട്ടനിറ്റി ആണ്. അവർ എയിം ഈസ് ടു കാൽക്കുലേറ്റ് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഓക്കെ, ക്രിക്കറ്റ് ബോളിന്റെ വെലോസിറ്റിയിലുള്ള അൺസർട്ടനിറ്റി ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ മാസ് ഓഫ് ദി ക്രിക്കറ്റ് ബോൾ 130 gram മീൻസ് 130 into 10 raised to minus 3 kilogram. And yes, the uncertainty in position of that ball is of the order 1.2 angstrom. 1 angstrom is 10 raised to minus 10 meter. 1.2 into 10 raised to minus 10 meter. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക് എക്സ്പ്രഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം പ്രോബ്ലംസ് യൂഷ്വലി എക്സാമിന് വരുന്നതാണ്. എന്താണ് മാത്തമാറ്റിക് ഇക്വേഷൻ? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4 pi. Therefore, delta v is equal to h by 4 pi into delta x into m. H in a value 6.626 into 10 raised to minus 34 ആണ്. 4 into 3.14 into delta x in a value 1.2 into 10 raised to minus 10. Okay, into m 130 into 10 raised to minus 3. Okay, please solve the problem and try to find out the final answer. Okay, നമുക്ക് next question നോക്കാം. Write electronic configuration of chromium and copper. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചതാണ്. ബാക്കിയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിഫറെൻ്റ് ആണ്. എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമുക്ക് ആദ്യം ക്രോമിയത്തിൻ്റെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. അപ്പോൾ ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റലാണ് ഉള്ളത് അല്ലേ? ഡി സബ്ഷെൽ 1 2 3 4 5 5 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതില് D5 കോൺഫിഗറേഷനുള്ള അവസ്ഥയിലും എല്ലാ D5 മീൻസ് എല്ലാ ഓർബിറ്റിലും ഹാഫിൽഡ് ആയ അവസ്ഥയിൽ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ. ഇറ്റ് ലീഡ്സ് ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അപ്പോൾ എക്സ്ട്രാ സ്റ്റേബിൾ ആകാൻ എന്ത് ചെയ്യുന്നു? 4sൽ നിന്നും 1 ഇലക്ട്രോൺ 3Dയിലേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ കോൺഫിഗറേഷൻ ബിക്കംസ് 4s1 3d5. D5 കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ കോപ്പർ atomic number 29, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. ഇവിടെയും D9 കോൺഫിഗറേഷനുള്ള അവസ്ഥയിൽ ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ മോർ സ്റ്റേബിൾ ആകാൻ വേണ്ടി, എക്സ്ട്രാ സ്റ്റേബിൾ ആകാൻ വേണ്ടി 4sൽ നിന്നും ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് ജമ്പ് ചെയ്യുന്നു. 4s1 3d10. D5 ആൻഡ് D10 കോൺഫിഗറേഷൻ ലീഡ്സ് ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇതാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Please listen. Using SPD notations, describe the orbitals with the following quantum numbers: A n equal to 1, L equal to 0, B n equal to 1, n equal to 4, L equal to 3. ഇത് യൂഷ്വലി നിങ്ങളുടെ എക്സാമിന് പല പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണ്. n equal to 1 മീൻസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ നമുക്ക് പറയാം അത് ഒന്നാമത്തെ ഓർബിറ്റിലാണ് ഉള്ളത്.
L equal to 0 for s orbital. അതായത് നിങ്ങൾക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, 2, 3, 4 ആണെങ്കിൽ ഷെല്ല് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെല്ലാണ്. ഇതേപോലെ അസിമൂത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് സബ്ഷെല്ലിനെയാണ്. നിങ്ങൾക്കറിയാം L equal to 0, 1, 2, 3 ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന സബ്ഷെല്ല് എസ് പി ഡി എഫ് ആണ്. അല്ല, ഇത് വെച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഇതിന്റെ ആൻസർ 1s ആണ്, ഇതിന്റെ ആൻസർ 2p ആണ്, ഇതിന്റെ ആൻസർ 4f ആണ്. നാലാമത്തെ ഷെല്ലിലെ എഫ് സബ്ഷെൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. പ്രധാനമായിട്ടും കെമിക്കൽ ബോണ്ടിങ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ് തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ.